എൻ ശ്രീകുമാർ, ഇന്നത്തെ പൊതുചർച്ച, അതിനു മുമ്പ് പുറത്തു വന്നിരിക്കുന്ന സംഘടനാ റിപ്പോർട്ട്, CPM-ൽ ഉള്ള ഒരു രീതിയാണ് സ്വയം വിമർശനം എന്നുള്ളത്. ആ സ്വയം വിമർശനം അതിശക്തമായ വിമർശനങ്ങൾ തന്നെ നടത്തുന്നു. അങ്ങനെ ഒരു വിമർശനം കോൺഗ്രസ് എന്ന പാർട്ടി അതിനകത്ത് നടത്തുന്നുണ്ടോ എന്ന ചോദ്യം അപ്പുറത്തുണ്ട്. ഒരു താരതമ്യം നടത്തുമ്പോൾ CPM-നെ സംബന്ധിച്ച് കടന്നു വന്ന പ്രവണതകളെ നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ തിരുത്തലുകൾ നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യവും അപ്പുറത്ത് നിൽക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഈ സംഘടനാ റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? നോക്കൂ സ്മൃതി, CPM-ൻ്റെ പോലെ സംഘടനാപരമായി മികവുറ്റ രീതിയിൽ സമ്മേളനം നടത്താൻ പറ്റാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കാരണം അത്രയും ചിട്ടയായ ഒരു സംവിധാനം അവർക്കുണ്ട്. പക്ഷേ ആ സംവിധാനത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് പാർട്ടിയിലെ നേതാക്കളെ തിരുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഈ സമ്മേളനത്തിന് ഉയരുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി ഏതാണ്ട് ഏകപക്ഷീയമായി ഒരു ആളുടെ നേതൃത്വത്തിൽ വിശ്വസിച്ച് മുന്നേറുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവരും ഒരാളുടെ ആളാകുമ്പോൾ ആർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ല. മറിച്ച് ഇതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ പാർട്ടിയിലെ ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യാൻ ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. ആ വിഭാഗം അസ്തമിച്ച ശേഷം ഇന്ന് ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞ സ്വയം വിമർശനം എന്ന് പറയുന്നത് ഏതൊരു സമ്മേളനത്തിലും പ്രവർത്തകരും പ്രതിനിധികളും അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാറുണ്ട്. അത് പക്ഷേ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ അരികത്ത് പോലും എത്താത്ത അവസ്ഥയിലാകുമ്പോൾ അത് നിഷ്ഫലമാകും. ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് എല്ലാവരും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ ശ്ലാഘിച്ചു, പുകഴ്ത്തി. പക്ഷേ മറ്റ് പല മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉയരുന്നില്ല. ഇത് ഏത് രീതിയിലേക്കാണ് പുറത്തു വന്നതെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുഭരണ വകുപ്പാണ്. പൊതുഭരണ വകുപ്പിലെ IAS തലപ്പത്തുള്ള അടി മുതൽ ഇങ്ങോട്ട് നമ്മൾ തുടങ്ങണം. പോലീസ് സംവിധാനത്തിലെ പിഴവും അതുപോലെ തന്നെ മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ച് ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സാമാന്യ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് എല്ലാവരും വിമർശിക്കപ്പെടേണ്ടതാണ്. ശരിയാണ്, വിമർശിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ വിമർശനം ഏത് രീതിയിലാണെന്നുള്ളതാണ്. അതായത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം. രണ്ട് രീതിയിലുള്ള വിമർശനം ഉണ്ടല്ലോ. തലോടിക്കൊണ്ടുള്ള വിമർശനമാകാം. കാരണം ഒരാൾ കേമനാണ്, പക്ഷേ അയാളുടെ കേമത്വം പൂർണ്ണമായും ഫലപ്രദമാകാത്തത് ഒപ്പമുള്ളവർ വേണ്ടത്ര മിടുക്കന്മാരല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാമല്ലോ. പക്ഷേ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് നടക്കുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ സമയത്താണ്. അതുകൊണ്ട് ഈ പാർട്ടി ഏത് രീതിയിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്താലും അത് ഫലപ്രദമാകണമെന്നില്ല. കാരണം അധികം നാളില്ല. ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പാർട്ടി സമ്മേളനങ്ങൾ സാധാരണ ചർച്ച ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പാർട്ടി സമ്മതിച്ചത് എന്താണ്? പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയത. എന്തുകൊണ്ടാണ് ഇങ്ങനെ സമ്മതിക്കേണ്ടി വന്നത്? അത് പ്രകടമായി നമ്മൾ കണ്ടതുകൊണ്ടാണ്. കരുനാഗപ്പള്ളിയിലേക്ക് ഏരിയ കമ്മിറ്റിയിലേക്ക് മാർച്ച് നടത്തിയ CPM പ്രവർത്തകരെ, കൊഴിഞ്ഞമ്പാറയിൽ ബദൽ സമ്മേളനം നടത്തിയ CPM പ്രവർത്തകരെ, വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. അതൊന്നും മറച്ചു വെക്കുന്നില്ല, അതൊക്കെ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. അല്ല, മറച്ചു വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, മറച്ചു വയ്ക്കാൻ അത് ഞാൻ പറഞ്ഞത്, അത് മറച്ചു വയ്ക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ സ്മൃതിക്ക് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. അതായത് ഇത്തരം കാര്യങ്ങൾ പ്രകടമായതുകൊണ്ട് ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക് ഏരിയ നേതാക്കൾ പ്രകടനം നടത്തിയത് കൊണ്ടാണ് വിഭാഗീയത ഉണ്ടെന്ന് പാർട്ടിക്ക് രേഖയാക്കി ആക്കേണ്ടി വന്നത്. നേരെ മറിച്ച് മറ്റുള്ള നേതാക്കളിൽ ഇതില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് നേതാക്കൾക്ക് അവരുടെ നടപടി എടുത്തിട്ടുണ്ടില്ലേ? ആ നടപടി എന്തിനായിരുന്നു? EP ജയരാജനെ എന്തിനാണ് LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയത്? ചില MLA-മാരെയും ചില ജില്ലാ നേതാക്കളെയും എന്തിനാണ് തരം താഴ്ത്തിയത്? ഇതൊക്കെ അതിൽ പെടേണ്ടതല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ് അവർ പറയാത്തത്? കാരണം അത് പ്രകടമല്ല. അത് പാർട്ടി പറഞ്ഞ കാര്യവും നമ്മൾ പത്രങ്ങൾ ചാനലുകൾ ഊഹിച്ചെടുത്തതും അല്ലാത്തതുമായ പല കാരണങ്ങളാണ്. പക്ഷെ ഒക്കെ ശരിയായിരുന്നു. പക്ഷെ പ്രകടമല്ല. ഏരിയ കമ്മിറ്റിയുടെ പ്രകടനങ്ങൾ പോലെ പ്രകടമല്ലാത്തതുകൊണ്ട് അത് രേഖയിൽ ഉണ്ടാവില്ല. മറിച്ച് രേഖയിൽ ഉണ്ടാവേണ്ട കാര്യം എന്തായിരുന്നു? പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ പോലെ തുടർ ഭരണത്തിലെ അനഭിലഷണീയ പ്രവണതകൾ. ആ അനഭിലഷണീയ പ്രവണതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ അവർ വേറൊരു തുടർ ഭരണം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടെ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ജയരാജുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, ഓരോ നേതാക്കളെ കുറിച്ചുള്ള വിലയിരുത്തലിൽ പറയുന്ന ഭാഗം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ രംഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കർഷക മുന്നണി രംഗത്ത് സഹായിക്കാറുണ്ട്. വിവിധ സബ് കമ്മിറ്റികളുടെയും ഫ്രാക്ഷനുകളുടെയും ചുമതല നിർവഹിക്കുന്നുണ്ട്. യുവജന രംഗം, സഹകരണ സംഘം എന്നിവയുടെ ചുമതലയുണ്ട്.
ഇടക്കാലത്ത് പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത നിലയുണ്ടായിരുന്നു. LDF കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. സമ്മേളന ഘട്ടത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഇതാണ് EP യെക്കുറിച്ചുള്ള പരാമർശം. നോക്കൂ സ്മൃതി, നമ്മൾ EP ജയരാജൻ്റെ LDF കൺവീനർ സ്ഥാനത്തേക്ക് അദ്ദേഹം വന്ന കാലം തൊട്ട് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഈ സമ്മേളനക്കാലത്ത് നന്നായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്താതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അദ്ദേഹവും EP ജയരാജനും പിണറായി വിജയനൊക്കെ AK ബാലനൊക്കെ ഒരേ നിരയിലുള്ളവരാണ്. EP ജയരാജനെ ശരിക്കും പാർട്ടി സത്യസന്ധമായി വിലയിരുത്തുകയാണെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലാതെ നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ടല്ലോ. അദ്ദേഹം ഗോവിന്ദ മാഷ്ട ജാഥയിൽ നിന്ന് വിട്ടു നിന്നില്ലേ? തൃശ്ശൂർ വരെ LDFൻ്റെ ഒരു സമരത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു നിന്നില്ലേ? അതുമാത്രമല്ല, അദ്ദേഹം BJP നേതാവിനെ കണ്ടതുമായിട്ടുള്ള പ്രശ്നങ്ങളും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതും പുസ്തക വിവാദവും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതൊക്കെ പാർട്ടി മറച്ചു വെച്ചുകൊണ്ട് സമ്മേളനകാലത്ത് ഗംഭീരമായി പ്രവർത്തിച്ചെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ പാർട്ടി അതങ്ങ് മയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പാർട്ടി 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്തെന്നാണ്? പാർട്ടി ഇപ്പോൾ മധ്യവർഗത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയിലെത്തണം. അപ്പോൾ നോക്കൂ, ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ തൊഴിലാളി വർഗമുണ്ടായി, അടിസ്ഥാന വർഗമുണ്ടായി, ഇപ്പം മധ്യവർഗമുണ്ടായി. നാളെ കേരള സമൂഹം മധ്യവർഗമായി മാറി എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ശ്രീകുമാർ, അതെ, മധ്യവർഗം അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ മധ്യവർഗം. മധ്യവർഗം എപ്പോഴാണ് കേരളത്തിൽ ഇല്ലായിരുന്നത്? അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണല്ലോ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ അതിദാരിദ്ര്യത്തിന് ഈ മധ്യവർഗം എന്ന് വെച്ചാൽ എന്താ സ്മൃതി? KSRTC ജീവനക്കാരനും മധ്യവർഗത്തിൽ പെടുന്നതല്ലേ? അയാൾക്ക് ശമ്പളം ഉണ്ടോ? നേരെ മധ്യവർഗം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ശരാശരി മനുഷ്യൻ്റെ ഒരു ശരാശരി ജീവിത നിലവാരം പുലർത്തുന്ന മനുഷ്യനാണ് ഇന്ന് മധ്യവർഗം. ആ മധ്യവർഗത്തിൽ നിന്നും അടുത്ത സമ്പന്ന വർഗത്തിലേക്കാണ് CPM പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ CPMൻ്റെ വളർച്ചയും ആ രീതിയിലേക്കാണ് കാണിക്കുന്നത്. UDF കാലത്ത് അവർ പറഞ്ഞ എല്ലാം തൊഴിലില്ലായ്മ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അവർ പറയുന്നത് എന്താണ്? AI കാര്യത്തെ, മറ്റേ ക്യാമറയെക്കുറിച്ചും അതുപോലെ ആ ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഗോവിന്ദ മാഷ് എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതായത് ഞാൻ പറഞ്ഞല്ലോ, CPMന് ഭരണകാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർ തത്വങ്ങൾ പ്രസംഗിക്കുകയും പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് ബാലഗോപാലൻ എന്ന ധനമന്ത്രിയെ നന്നായി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ബാലഗോപാലൻ എന്ന ധനമന്ത്രിയല്ലേ കഴിഞ്ഞ 1 മാസം മുമ്പ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടാൻ 2500 രൂപയ്ക്ക് കൂട്ടണമെന്നുള്ള LDFൻ്റെ പ്രകടനത്തിലെ ഇത് നടപ്പാക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബാലഗോപാലിനെ പുകഴ്ത്തിയത്? അതൊരു തന്ത്രമാണ്. എന്താണ് ആ തന്ത്രം? കേരളത്തിൽ സാമ്പത്തിക അച്ചടക്കം ഇല്ല എന്നാണ് പരാതി. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം ഉണ്ടെന്ന് വരുത്തണമെങ്കിൽ ധനമന്ത്രിയെ പുകഴ്ത്തണം. അതാണ് അതിൻ്റെ കാര്യം. അതാണ് ധനമന്ത്രിയെ പുകഴ്ത്തിയില്ലെങ്കിൽ എന്താണ്? സാമ്പത്തിക അച്ചടക്കം ഇല്ലെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശരിവയ്ക്കും. അപ്പോൾ ധനമന്ത്രിയെ പുകഴ്ത്തിയാൽ CPM ഇപ്പോഴത്തെ ധനസ്ഥിതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നില്ല എന്ന് വരുന്നു. അതേ ദിനത്തിലാണ് KV തോമസ് മാഷ് കേന്ദ്രമന്ത്രി സീതാരാമനെ കണ്ടത്, നിർമ്മല സീതാരാമനെ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞെന്താണ്? ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. കണക്കിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാഷിക്ക് ദേഷ്യം എന്നൊന്നാണ് പറയുന്നത്. ഇനി നാളെ അവർ മുഖ്യമന്ത്രി കാണാൻ പോകുന്നെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 25-26 ദിവസം എന്തിനാണ് ഈ ആശാവർക്കർമാരെ അവിടെ സമരത്തിലേക്ക് തള്ളിവിട്ടത്? ആ കാര്യം ഇന്ന് ഗോവിന്ദ മാഷ് ഇന്നലെയും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞില്ല. ഒരു തൊഴിലാളി പാർട്ടിയുടെ സമ്മേളനത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിനെ കുറിച്ച് ഒരു വരി പറയാൻ ഗോവിന്ദ മാഷിക്ക് എന്താ പറ്റായിരുന്നത്? വെള്ളത്തിൽ നഞ്ചു കലക്കുന്നു എന്നുള്ള പ്രതിനിധി പറഞ്ഞതാണ്, പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധി. അത് വെള്ളത്തിൽ നഞ്ചു കലക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങളായിരിക്കും. ആശാവർക്കർമാരുടെ സമരം അത് പരിഹരിക്കേണ്ട വിഷയമാണ് എന്നാണ് വിമർശനം വന്നിരിക്കുന്നത്. എൻ്റെ സ്മൃതി, അത് നമ്മളാരും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ ഈ സംഘടനാ റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത്? അതൊക്കെ ചില സൂത്രങ്ങളാണെന്നേ. ചിലർക്ക് കിട്ടുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് കൊടുക്കും. അതൊക്കെ നല്ല കാര്യം, കാരണം നമ്മളൊക്കെ ചർച്ച ചെയ്യണം. പക്ഷേ ഞാൻ പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് പറയേണ്ടത്. ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിൽ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങളും വന്നു, അതിനെക്കുറിച്ച് പ്രതിനിധികൾ രൂക്ഷമായി സംസാരിച്ചെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ അടുത്ത ഞാൻ പറഞ്ഞ രസകരമാണ്, അവർ വിലയിരുത്തുകയാണ്. AK ബാലനെ വിലയിരുത്തുന്നു, മുഹമ്മദ് റിയാസിനെ വിലയിരുത്തുന്നു, സ്വരാജിനെ വിലയിരുത്തുന്നു, EP ജയരാജനെ വിലയിരുത്തുന്നു. ഇവർ ഒരുപാട് പേരെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ AK ബാലനെ വിലയിരുത്തുമ്പോൾ എന്താണ്? AK ബാലൻ പെട്ടെന്ന് പ്രതികരിക്കുന്നു രാഷ്ട്രീയത്തിൽ. അപ്പോൾ എന്താണ് പ്രതികരിച്ചത്? പാലക്കാട് കണ്ടതല്ലേ, പെട്ടി വിവാദം, സന്ദീപ് വാര്യരുടെ കാര്യം,
ക്രിസ്റ്റൽ ക്ലിയർ. ഇതൊക്കെയാണോ പെട്ടെന്ന് പ്രതികരിച്ചത്? അപ്പം ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന തുല്യരായ നേതാക്കളെ തൊടാൻ ഈ സമ്മേളനത്തിലെ അതിൻ്റെ പ്രതികൾക്ക് പറഞ്ഞാൽ തന്നെ പാർട്ടി നേതൃത്വത്തിന് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇവർ മധ്യവർഗം അതുപോലെ തൊഴിലാളി വർഗം എന്നൊക്കെ പറഞ്ഞ് മാറിയ സ്ഥിതിയിൽ ഇപ്പം മധ്യവർഗത്തിലെത്തി. എന്തിനാണ് മധ്യവർഗത്തിൽ എത്തിയത്? അടുത്ത വോട്ട് കിട്ടണമെങ്കിൽ മധ്യവർഗം വിചാരിക്കണം. ആ മധ്യവർഗം വിചാരിച്ചാലേ വോട്ട് കിട്ടുള്ളൂ. ഇതിവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്മൃതി. നായനാരുടെ അവസാന ഭരണകാലത്ത് 2000 വരെ ആണല്ലോ. അപ്പോൾ 2001 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് കേരളത്തിൽ ചർച്ച ചെയ്ത 2 കാർഡുകളാണ്. ഇന്നിപ്പോൾ ഈ സെസ്സും ടാക്സും കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഒന്ന് റവന്യൂ കാർഡ്, ഒന്ന് കൺസ്യൂമർ കാർഡ്, 2 കാർഡാന്ന് തോന്നുന്നു. ഈ 2 കാർഡാണ് അവർക്ക് ചുവപ്പ് കാർഡായി മാറിയത് അന്നത്തെ ഭരണത്തിന്. പിന്നാണല്ലോ AK ആന്റണി 98 വോട്ടിൻ്റെ മറ്റേ അംഗങ്ങളുമായിട്ട് നിയമസഭയിൽ അധികാരം പിടിച്ചെടുത്തത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, പാർട്ടിക്ക് എന്താണ് നിലപാട്, പാർട്ടി പറയുന്നത് എന്താണ്? അവരുടെ പാർട്ടിക്കുള്ളിലെ ചിലരെക്കുറിച്ചേ പറയുന്നുള്ളൂ. ജനങ്ങളുടെ കാര്യം പറയട്ടെ. അവരെ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു ഞങ്ങൾ, അത് ചർച്ച ചെയ്തോ? ഇല്ല. KSRTC കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരാളെങ്കിലും നിയമിച്ചോ? അവർ പറയട്ടെ. പറയാൻ പറ്റുന്നില്ല. നമ്മൾ എന്നും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് നിങ്ങളുടെ ഒരു പദ്ധതി, നിങ്ങൾ കൊണ്ടുവന്നൊരു പദ്ധതി എന്താണ്? ഉത്തരമില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് പകരം വിഭാഗീയത ചർച്ച ചെയ്തു, പാർട്ടി നന്നാക്കണമെന്ന് പറഞ്ഞു, എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? CPM സംബന്ധിച്ചിടത്തോളം അവർ അച്ചടക്കമുള്ള പാർട്ടിയാണെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അച്ചടക്കം പോയി എന്ന് അവർ സ്വയം സംബന്ധിച്ച് എങ്ങനെയാണ്? വിഭാഗീയത താഴെ തട്ടിലെത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാറ്റടിയിൽ പ്രശ്നമുണ്ടായിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിൽ ഇളക്കം തട്ടിയാൽ, അടിസ്ഥാന ശില ഇളകിയാൽ പാർട്ടി ഇളകും. ആ പാർട്ടി ഇളകും എന്ന് തോന്നിയത് കൊണ്ടാണ് അവർ മറ്റേ ദരിദ്രരും തൊഴിലാളി വർഗവും ഒക്കെ കഴിയുമ്പോൾ മധ്യവർഗത്തിൽ എത്തിയിരിക്കുന്നത്. സമ്പന്ന വർഗത്തിലേക്ക് CPM എത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ആരാണ്? പാർട്ടിയിലുള്ളവർ തന്നെയല്ലേ. ആ സുഖലോലുപത ഒരു ഘട്ടത്തിൽ ഗോവിന്ദ മാഷും പറഞ്ഞിട്ടുണ്ട്, അധികാരത്തിൽ ഭ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഈ സമ്മേളനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ്. അതായത് ഒരാളെ ഉള്ളു ക്യാപ്റ്റൻ, ആ ആൾക്കൊപ്പം നമ്മൾ നിൽക്കണം, നിന്ന് കഴിഞ്ഞാൽ ഗുണം പാർട്ടിക്കുണ്ടാകും, ഭരണം കിട്ടും എന്നൊരു സന്ദേശം നൽകുമ്പോൾ എന്താണ്? ആരും വിമർശിക്കാനുണ്ടാവില്ല. വിമർശനം വരേണ്ടത് തലപ്പത്ത് നിന്നാണ്. തലപ്പത്തുള്ളയാളെ വിമർശിക്കാൻ ധൈര്യമില്ലാത്തത്തോളം കാലം ഈ സമ്മേളനത്തിലെ വിമർശനം കൊണ്ട് യാതൊരു കാര്യമില്ല. വെള്ളത്തിൽ വരച്ച വര പോലെ അത് അവസാനിക്കും.